ആറന്മുള വള്ളംകളിക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ പൊതുസമ്മേളനവും ജലഘോഷയാത്രയും സത്രക്കടവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വള്ളംകളിയുടെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിൽ ധാരാളം വള്ളംകളി ഉണ്ടെങ്കിലും വള്ളംകളി മത്സരങ്ങളുണ്ടെങ്കിലും ഏറ്റവും പൗരാണികമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്ന് നമുക്കറിയാം. ഞങ്ങൾ ടൂറിസം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ വിവിധ വള്ളംകളി സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ വള്ളംകളി നടക്കുന്നത്. പക്ഷേ ഈ വള്ളങ്ങളെല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി ആറന്മുളയിൽ ഇങ്ങനെ നിറഞ്ഞ് ആ നെറ്റിമട്ടം പോലെ മനോഹരമായ അലങ്കാരങ്ങളുമായി നിൽക്കുന്ന ഈ കാഴ്ച കേരളത്തിലെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളത് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. വള്ളങ്ങളുടെ പ്രത്യേകത തന്നെ മത്സരം നടക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ടീമായി പങ്കെടുക്കുന്നത് വള്ളംകളികളാണ്. നൂറിനടുത്ത ആളുകൾ പങ്കെടുക്കുന്ന വേറെ ഒരു കൂട്ടമായി മത്സരിക്കുന്ന ഒരു മത്സരവും ലോകത്തില്ല എന്നാണ് എൻ്റെ അറിവ്. അത്രയേറെ ആളുകൾ ഒരേ താളത്തിൽ ഒരേ സമയത്ത് കൃത്യമായി തൊഴിലെറിഞ്ഞ് വരുന്ന ഇന്നത്തെ വള്ളംകളിയുടെ ചരിത്രം നമ്മുടെ നദീതട സംസ്കാരവും നമ്മുടെ കായലും കടലുമെല്ലാം ചേർന്നിട്ടുള്ള പഴയകാല നമ്മുടെ നാടുവാഴികളുടെയും നാട് ജീവിതത്തിന്റെയും ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് യുദ്ധവും അന്നത്തെ നാട്ടിൻപുറത്തേക്ക് ആയുധങ്ങളുമായി രാജ്യത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന യുദ്ധത്തിന്റെയൊക്കെ ചരിത്രം ഇതിന്റെ ഭാഗമാണ്. ആ ചരിത്രമൊക്കെ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇത്തരം വള്ളംകളികളും ഈ ആചാരങ്ങളും നമ്മളെ സഹായിക്കും. നമ്മുടെ പൂർവികരുടെ നമ്മുടെ നാടിന്റെ പഴയ കാലത്തേക്ക് കടന്നു പോകാൻ വിവിധ പരിപാടികൾ സഹായിക്കും. അത് ആറന്മുളയിലെ പൈതൃക വിനോദസഞ്ചാര സാധ്യതകളെ പൈതൃകമായി പരിപോഷിപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് മനസ്സും വയറും നിറയുന്ന സന്തോഷം നൽകുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യകളിൽ ഒന്നാണ് ഇത് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളത്തിലെ പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. മാത്രവുമല്ല പള്ളിയോടങ്ങളാണ് ഇവിടുത്തെ വള്ളംകളിയുടെ മുഖ്യ ആകർഷണം. ആറന്മുള ജലോത്സവത്തിന് ഈ വർഷം മുതൽ സാംസ്കാരിക വകുപ്പ് 5 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ ആറന്മുള വള്ളംകളി സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നതിൽ കൂടിയാണ്. വ്യത്യസ്തങ്ങളായ നിലപാടുകളും ചിന്തകളും നമുക്കെല്ലാം ഉണ്ടാവുമെങ്കിലും മാനവികത ഉയർത്തിപ്പിടിക്കുകയും മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് എന്ന മഹത്തായ സന്ദേശം തന്നെയാണ് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അത്തരത്തിൽ നടക്കുന്ന ഒരു ജലോത്സവത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ തരണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. MLA ഫണ്ടിൽ നിന്നുകൂടി പണം അനുവദിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വള്ളംകളിയുടെ സുവനീർ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രഭാവത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി തുഴഞ്ഞു മുന്നേറുന്ന പള്ളിയോടങ്ങൾക്കൊപ്പമായിരിക്കും നമ്മുടെ മനസ്സ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മിലൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഈ ജലോത്സവം മുമ്പ് പറഞ്ഞതുപോലെ അത് നമുക്ക് അടുത്ത ഒരു ദീപം ഒരു പ്രകാശം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് പോലെ ഈ പ്രകാശത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക, ഇനി വരുന്ന തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് പമ്പൈ ഈ ജലമേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അദ്ദേഹം MLA ആയിരിക്കുന്ന ചെങ്ങന്നൂരിന്റെ പള്ളിയോടങ്ങളും ഇന്നിവിടെ ഉണ്ട്. 52 കരകളിൽ അദ്ദേഹത്തിന്റെ കരകളുമുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യമായി സാംസ്കാരിക വകുപ്പ് നമ്മുടെ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് 5 ലക്ഷം രൂപ അത് അനുവദിച്ചതിൽ ഹൃദയപൂർവമായ നന്ദി ഈ മണ്ണിന്റെ പേരിൽ, ഈ നാടിന്റെ പേരിൽ അറിയിക്കുകയാണ്. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KB സാംബദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MPമാരായ ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, MLA പ്രമോദ് നാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി P രാജപ്പൻ, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്,
തദ്ദേശ സ്ഥാപനാംഗങ്ങൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നായകന്മാർ, അംഗങ്ങൾ, പള്ളിയുടെ സേവാസംഘം ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടക്കുന്ന ആറന്മുള സത്രക്കടവിൽ നിന്നും ക്യാമറമാൻ രമേശ് തിരുവല്ലയ്ക്കൊപ്പം ബിന്ദു ഭാരതി, 9 ന്യൂസ് മലയാളം.